ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഐ എം രാജി. അപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സീരീസ് വിത്തോരി ഡേയ്സ്. അപ്പം നമുക്ക് കഥയിലേക്ക് പോയാലോ? അങ്ങനെ അടുത്ത ദിവസം അവർ രണ്ടുപേരും കൂടിയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം നമ്മുടെ മിഡോരി ഇങ്ങോട്ട് നോക്കും, ഞാൻ ഹാർട്ട് ഷേപ്പിൽ നിനക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പം നമ്മുടെ സെയ്ജ് അതൊന്നും നോക്കാണ്ട് വേഗം എടുത്ത് തിന്നും. അപ്പം നമ്മുടെ മിഡോരി എന്താ അത് എന്ന് ചോദിക്കും. അപ്പൊ സെയ്ജ് പറയും, സമയം നോക്ക്, ലേറ്റ് ആയി പോകാം സ്കൂളിലേക്ക് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഓടുകയായിരിക്കും സ്കൂളിലോട്ട്. അപ്പൊ നമ്മുടെ സെയ്ജ് സ്കൂളിലേക്ക് ഇങ്ങനെ ഓടി വരികയായിരിക്കും. PT സാറ് കണ്ടിട്ട്, നീ ഇന്ന് ലേറ്റ് ആടാന്ന് പറഞ്ഞിട്ട് ആ സ്കൂളിലത്തെ ഗേറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അവൻ വേഗം സ്പീഡിൽ അടക്കിണ്ടാവും. അപ്പൊ നമ്മുടെ സെയ്ജ് ഒരൊറ്റ ചാട്ടം ചാടിയിട്ട് ആ PT മാഷിന്റെ മോന്തക്കിട്ട് ചവിട്ടിയിട്ട് ഓടിപ്പോകും ക്ലാസ് റൂമിലേക്ക്. അപ്പൊ നമ്മുടെ PT സാർ അവിടെ വീണ് കിടപ്പുണ്ടാവും. അപ്പൊ സാറ് പറയും, എടാ നിന്നെ ഞാന്ന് പറയും. അങ്ങനെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സെയ്ജി ആണെങ്കിലോ ഉറക്കപ്പിച്ചിൽ ഇങ്ങനെ കൂർക്കം വലിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. മിഡോരി ആയിരിക്കും ക്ലാസ്സിലത്തെ നോട്ടൊക്കെ എഴുതി എടുത്തിട്ടുണ്ടാവുക. അപ്പൊ ആ സാറങ്ങനെ നടന്നു വരികയായിരിക്കും. അപ്പൊ മിഡോരി നോക്കുമ്പോ സെയ്ജി ഉറങ്ങുക. എന്നിട്ട് മിഡോരി പോയിട്ട്, സെയ്ജി എണീക്ക്, സാറ് വരുന്നുണ്ട് എന്ന് പറയും. അപ്പൊ സെയ്ജി ദേഷ്യം വന്നിട്ട്, നിനക്ക് എന്താ വേണ്ടേന്ന് ചോദിച്ചിട്ട് അവളുടെ അടുത്ത് കിടന്ന് കാറും. അപ്പൊ അത് സാറ് കാണും. അപ്പൊ അവന്റെ അടുത്ത് വെളിയിൽ പോവാൻ പറയും. അപ്പൊ അവന്റെ അടുത്ത് ക്ലാസ്സിന്റെ വെളിയിൽ പോവാൻ പറയും. എന്നിട്ട് ക്ലാസ്സിന്റെ വെളിയിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ മിഡോരി പറയും, സോറി ഞാൻ അങ്ങനെ ചെയ്തേനെന്ന് പറയും. അപ്പൊ സെയ്ജി പറയും, അതൊന്നും കുഴപ്പമില്ലാന്ന്. അങ്ങനെ ബ്രേക്കിൽ സെയ്ജി മൂത്രപ്പുരയിൽ പോവുമായിരിക്കും. അപ്പൊ സെയ്ജി പറയും, ഓ എനിക്കിത് ലെഫ്റ്റ് ഹാൻഡിൽ ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടേ ആവണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ മിഡോരി ചോദിക്കും, ഞാൻ എന്തേലും ഹെൽപ്പ് ചെയ്യണോന്ന് ചോദിക്കും. അപ്പൊ നമ്മുടെ സെയ്ജിക്ക് ദേഷ്യം വരും, നീ ഒന്നും മിണ്ടാതിരിക്കോ വായി കുത്തിയിട്ടെന്ന് പറയും. അപ്പൊ നമ്മുടെ മിഡോരി പറയും, ഇന്ന് ഞാനൊരു പാട്ട് പാടാന്ന് പറഞ്ഞിട്ട് പാടും. അപ്പൊ സെയ്ജി പിന്നെ അവിടെ കിടന്ന് കാറാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ സെയ്ജി മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോ കതവ് വന്ന് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും. എന്നിട്ട് സെയ്ജി അവിടെ കിടന്ന് കാറും, ഞാൻ ഇവിടെ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുക, നിനക്ക് എന്താടാ വേണ്ടെന്ന് ചോദിക്കും. എന്നിട്ട് കതവ് പൊട്ടിച്ചോണ്ട് വരും. അപ്പൊ നോക്കുമ്പോ PT സാറ്. എന്നിട്ട് അവനെ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവിടുന്ന് വലിച്ച് വെളിയിൽ കൊണ്ടിടും. എന്നിട്ട് PT സാറ് കയറിപ്പോവും. അപ്പൊ സെയ്ജി അവിടെ കിടന്ന് കാറാൻ തുടങ്ങും. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഞാൻ ഒരു സ്റ്റുഡന്റ് അല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ PT സാർ അവിടെ കിടന്ന് കാറും, സ്റ്റുഡൻസ് ആയ ടീച്ചേഴ്സിന് റെസ്പെക്ട് കൊടുക്കണം എന്ന് പറയും. അപ്പൊ സെയ്ജിക്ക് ദേഷ്യം വന്നിട്ട്, ഞാൻ ഇപ്പൊ റെസ്പെക്ട് എന്താ കാണിച്ചതെന്ന് പറഞ്ഞിട്ട് ആ കതവിനെ ഒരൊറ്റ ചവിട്ടി വിട്ടു. അപ്പത്തേനും ആ കതവ് ഒടിഞ്ഞ് നമ്മുടെ PT സാറിന്റെ മണ്ടയിൽ പോയി വീഴും. അപ്പൊ നമ്മുടെ സെയ്ജി അയ്യയ്യോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഓടിപ്പോവും. എന്നിട്ട് അവിടെ കിടന്ന് PT സാറ്, എടാ പിന്നെയാന്ന് പറഞ്ഞ് പിന്നെയും കാറും. അങ്ങനെ PT പീരീഡ് ആണ്. എല്ലാവരും ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഫുട്ബോൾ. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ സെയ്ജിന്റെ അടുത്തുനിന്ന് ബെൽറ്റ് അടി കിട്ടിയിട്ട് ഒരുത്തണ്ടാവില്ലേ, അവൻ ഭയങ്കരമായിട്ട് കളിക്കുന്നുണ്ടാവും ഫുട്ബോൾ. അങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോ അവന്റെ മോന്തയ്ക്ക് ഒരൊറ്റ ഇടി കിട്ടും ഫുട്ബോളും കൊണ്ട്. അപ്പോഴാണ് അവന് പഴയ ഓർമ്മ തിരിച്ചു കിട്ടുക. അപ്പൊ നമ്മുടെ മിഡോരി വന്നു പോകും അവന്റെ ഓർമ്മയില്. എന്നിട്ട് അവൻ എഴുന്നേറ്റിരുന്നിട്ട് മിഡോരി എന്ന് പറയും. അപ്പത്തേനും പിന്നെ അവന്റെ ഓർമ്മ പോകും. അങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ സേജിയും മിഡോരിയും കൂടെ ഒരു മൂലയ്ക്ക് ഇരിക്കുകയായിരിക്കും. എന്നിട്ട് നമ്മുടെ മിഡോരി പറയും, എനിക്ക് PT പീരീഡിൽ ഇങ്ങനെ ഇരിക്കേണ്ടി വന്നതിൽ സോറി എന്നൊക്കെ പറയും. അപ്പത്തേനും അവിടെ PT സാറ് വരും. PT സാറ് വന്നിട്ട് സേജിന്റെ അടുത്ത് ചോദിക്കും, നീ എന്താ ബാത്റൂമിൽ വെച്ച് നീ എന്നോട് കാണിച്ചത് ചോദിക്കും. അപ്പൊ സേജി പറയും, അതൊരു ആക്സിഡന്റ് അല്ലേ രണ്ടുപേർക്കും കൂടെ എന്ന് ചോദിച്ചിട്ട് ഇരിക്കും. എന്നിട്ട് PT സാറ് പറയും, നീ എപ്പോ നോക്കിക്കഴിഞ്ഞാലും എന്റെ ക്ലാസ് കട്ടടിച്ച് ഇങ്ങനെ ചുമ്മാ ഇരിക്കുകയാണല്ലോ എന്ന് പറയും. അപ്പൊ സ്റ്റേജ് പറയും, ഞാൻ ക്ലാസ് കട്ടടിക്കുകയല്ല, എന്റെ റൈറ്റ് ഹാൻഡിന് ഇഞ്ചുറി ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കണേന്ന് പറയും. അപ്പൊ PT സാറ് പറയും, എന്തായാലും നിന്റെ ലെഫ്റ്റ് ഹാൻഡും കൊണ്ട് നിനക്ക് ചെയ്യാനുള്ള ഒരു ജോലി ഞാൻ പറഞ്ഞുതരാന്ന് പറയും. അപ്പൊ നമ്മുടെ ചേച്ചിക്ക് ദേഷ്യം വരും. എന്താ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് പുള്ളപ്സ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അതും 100 പുഷപ്സ് ഒരു കൈയും കൊണ്ട്. അങ്ങനെ അവൻ 100 പുഷപ്സ് എടുക്കും. എടുത്തിട്ട് അവൻ വയ്യാണ്ടായി വീട്ടിലെത്തും. വീട്ടിലെത്തിയിട്ട് പറയും, ഓ എന്റെ കൈ എനിക്ക് വേദനിച്ചിട്ട് വയ്യ, എന്നിട്ട് എനിക്ക് വിശക്കും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ലാർജ് പിസ്സ ഓർഡർ ചെയ്യും. എന്നിട്ട് ഫ്രിഡ്ജ് തുറന്നിട്ട് വെള്ളം കുടിക്കാൻ പോവുമായിരിക്കും. വെള്ളം കുടിക്കണതിന് പകരം നമ്മുടെ സേജിയുടെ ചേച്ചി എടുത്തു വെച്ചിരുന്ന ചാരായക്കുപ്പി എടുത്തു കുടിക്കും. അപ്പത്തേനും അവൻ ബോധം കെട്ട് അവിടെ വീഴും. എന്നിട്ട് മിഡോരി വിളിക്കും, സേജി സേജി എന്ന് പറഞ്ഞിട്ട്. എവിടെ സേജി കേൾക്കാൻ പോണു, അവൻ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. എന്നിട്ട് മിഡോരി വെറുതെ ഇരിക്കാണ്ട് അവിടെയുള്ള പണികളൊക്കെ ഓരോന്നും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും പെട്ടെന്ന് ഫോൺ കോൾ വരിക. ഫോൺ കോൾ എടുത്തിട്ട്, ഇത് സേജി അല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ മിഡോരി വർത്താനം പറയണ കേട്ടിട്ട്, എന്ത് സേജിന്റെ അടുത്ത് ഒരു പെൺകുട്ടിയോ എന്ന് ചോദിക്കുമ്പോഴത്തേനും അവള് സൗണ്ട് ഉയർത്തി ആൺകുട്ടികളുടെ ശബ്ദം പോലെ, ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ആ ഫോൺ കട്ടാക്കും. അപ്പത്തേനും പിസ്സ ഡെലിവറി വരും. അവളുടെ കയ്യിൽ കാശ് ഉണ്ടാവില്ല. അപ്പൊ കാശ് എവിടെ ഇരിക്കണമെന്ന് അവൾക്ക് അറിയുണ്ടാവില്ലല്ലോ. അവൾ അവിടെ ഇവിടെയൊക്കെ കടന്ന് നോക്കും. എന്നിട്ട് കാശ് അവൾക്ക് കിട്ടില്ല. എന്നിട്ട് പിസ്സ ഡെലിവറിന്റെ അടുത്ത് പോയിട്ട് പിസ്സ ഡെലിവറി ബോയിന്റെ അടുത്ത് പറയും, ഞാൻ ഇവിടെ മൊത്തം തിരക്കി, ഇവിടെ കാശൊന്നും കാണാനില്ല, സോറി എന്ന് പറയും. അപ്പൊ നമ്മുടെ സേജ് ഇങ്ങനെ ബോധം കിട്ടല്ലേ കിടക്കണേ. അപ്പൊ വർത്താനം പറയണ കണ്ടിട്ട് ഇവൻ പേടിച്ച് ഓടിപ്പോവും പിസ്സ ഡെലിവറി ബോയ്. എന്നിട്ട് നമ്മുടെ മിഡോരി വെറുതെ ഇരിക്കാണ്ട് സ്റ്റെപ്പ്
ഒക്കെ തുടച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ സ്റ്റെപ്പ് തുടച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ സേജിയും മിഡോരിയും കൂടെ കൂടിയിട്ട് കമിഴ്ന്നടിച്ച് വീഴും. അപ്പൊ നമ്മുടെ സേജിയുടെ തല പൊട്ടിയിട്ട് ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. പിന്നെയും നമ്മുടെ സേജിയുടെ വീട്ടില് വേറൊരാളെത്തി. അപ്പൊ മിഡോരി ആരാന്ന് പറഞ്ഞ് നോക്കുമ്പോ ഇംഗ്ലീഷ് പറയുന്നത് ഇങ്ങനെ, ഞാൻ പഠിപ്പിച്ചു തരാം. അങ്ങനെ ഒരാള് വന്നിട്ട് അവിടെ നിന്ന് പറയായിരുന്നു. അപ്പൊ നമ്മുടെ മിഡോരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ മിഡോരി എന്ത് ചെയ്തെന്ന് വെച്ചാൽ സേജീന്റെ കഴുത്ത് പിടിച്ചിട്ട് എണീപ്പിച്ച് എനിക്കിതൊന്നും വേണ്ട വേഗം പോവാൻ വേണ്ടിയിട്ട് പറയും. പക്ഷെ ആ ലേഡി പോവില്ല. അപ്പൊ ആ ലേഡി ഞാൻ നിങ്ങൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് പറയാൻ പഠിപ്പിച്ചു തരാന്നൊക്കെ പറയും. അപ്പൊ പിന്നെ ആ ലേഡി നോക്കുമ്പോ നമ്മുടെ സേജീന്റെ തല പൊട്ടി ചോര വരുന്നുണ്ടാവും. എന്നിട്ട് ആ ലേഡി നോക്കിയിട്ട് അന്തം വിട്ടിട്ട് അവിടെ നിന്ന് ഓടിപ്പോവും. അപ്പൊ നമ്മുടെ പാവം മിഡോരി മടുത്തു പോകും. മടുത്തു പോയിട്ട് രാത്രിയാവുമ്പോ സേജീനെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കും. രാത്രിയായി ഭക്ഷണം കഴിക്കണ്ടേന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മുടെ സേജി അപ്പോഴും എണീക്കില്ല. ബോധം കെട്ട് കിടക്കും. അപ്പൊ മിഡോരി എന്നിട്ട് ഒരു പുതപ്പൊക്കെ എടുത്തോണ്ട് വന്ന് സേജീനെ പുതപ്പിച്ചിട്ട് സേജീന്റെ അടുത്ത് തന്നെ മിഡോരിയും കിടന്നുറങ്ങും. കാരണം നമ്മുടെ മിഡോരി വളരെ മടുത്തിട്ടുണ്ടാവും. അടുത്ത ദിവസം രാവിലെയാവും. അപ്പൊ നമ്മുടെ സേജി അവിടെ കിടന്ന് കാറും. ആ കാറച്ച കേട്ടിട്ട് അവിടെ ഉള്ള ഒരു പൂച്ച തന്നെ പേടിച്ചോടി. സേജി അവിടെ കിടന്ന് കാറും. ഓ സമയം ഇന്നും ലേറ്റ് ആയി, സ്കൂളിൽ പോവാൻ ലേറ്റ് ആയി. എന്നിട്ട് സേജി എഴുന്നേറ്റ് മിഡോരിനെ നോക്കുമ്പോ മിഡോരിക്കാണെങ്കിൽ പനിയും പിടിച്ചിട്ട്. എന്നിട്ട് മിഡോരി എഴുന്നേറ്റ് നമുക്ക് സ്കൂളിൽ പോവാന്നൊക്കെ പറയാം. അപ്പൊ നമ്മുടെ സേജ് തൊട്ട് നോക്കുമ്പോ മിഡോരിക്ക് നല്ല പനി ഉണ്ടാവും. മിഡോരി പറയും അതൊന്നും കുഴപ്പമില്ല, വാ നമുക്ക് സ്കൂളിൽ പോവാന്ന് പറയുമ്പോഴത്തേനും അവൾക്ക് കണ്ണൊക്കെ ചുറ്റി അവള് ബോധം കെട്ട് താഴെ വീഴും. എന്നിട്ട് സേജ് പറയും എണീക്ക് എണീക്ക്, എന്റെ അടുത്ത് എന്തെങ്കിലും പറയുന്നു പറയും. പക്ഷെ മിഡോരിക്ക് പനി കാരണം നീക്കാൻ പറ്റില്ല. എന്നിട്ട് സേജ് എഴുന്നേറ്റ് ഒരു തുണിയിൽ വെള്ളമൊക്കെ നനച്ചിട്ട് അവളുടെ മേത്തൊക്കെ തുടച്ചു കൊടുക്കും പനി പോവാൻ വേണ്ടിയിട്ട്. അവിടെ സേജീന്റെ അടുത്ത് മരുന്നൊന്നും ഉണ്ടാവില്ല. അപ്പൊ സേജി പറയും വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞിട്ട് കതവിന്റെ അടുത്തെത്തും. അപ്പൊ നമ്മുടെ മിഡോരി ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല, ഈ സിറ്റുവേഷനിൽ ഹോസ്പിറ്റലിൽ പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവള് വേണ്ടാന്ന് പറയും. എന്നിട്ട് സേജി ഫാർമസിയിൽ പോയിട്ട് കോൾഡിനുള്ള മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മുടെ മിഡോരിനെ അങ്ങനെ മരുന്നൊക്കെ കൊടുത്ത് നോക്കുന്നുണ്ടാവും. എന്നിട്ട് നമ്മുടെ സേജി മിഡോരിക്ക് കഷ്ടപ്പെട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഉണ്ടാക്കിയിട്ട് പതുക്കെ സേജി അത് മിഡോരിക്ക് വാരി കൊടുക്കും. എന്നിട്ട് സേജി പറയും ഞാൻ നല്ല കുക്കല്ല, എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ പറയും. അപ്പൊ നമ്മുടെ മിഡോരി പറയും ഇല്ല ഇത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മിഡോരി കഴിക്കും. ആ സമയത്ത് നമ്മുടെ സേജിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ആ പെൺകുട്ടിയില്ലേ, അവള് സേജീന്റെ വീടും തപ്പി ഇങ്ങനെ വരികയായിരിക്കും അവന്റെ ഹോംവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവളിങ്ങനെ കരുതുകയാണ് ഇന്ന് എന്റെ ചാൻസ് ആണ്. സേജി വയ്യാട്ട് കിടക്കുമ്പോൾ ഞാൻ അവനെ പോയി സഹായിച്ച് അവന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ എന്നോട് ഇഷ്ടം തോന്നും. അപ്പൊ അവൻ എന്റെ അടുത്ത് അവന്റെ ഗേൾ ഫ്രണ്ട് ആവാൻ പറ്റുമോന്ന് ചോദിക്കും എന്നൊക്കെ കരുതി ഇങ്ങനെ നടക്കുകയായിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് അവൾക്ക് വഴി അറിയാണ്ട് അവള് നിൽക്കുക. അപ്പൊ ആ സേജീന്റെ വീട്ടിന്റെ അടുത്തുള്ള ചെറിയ കുട്ടിയില്ലേ, ആ കുട്ടി ആ വഴിയായിട്ട് ക്രോസ് ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പൊ ഇവളെന്ത് ചെയ്യും, ആ കൊച്ചിന്റെ അടുത്ത് പോയിട്ട് വഴി ചോദിക്കും. എന്നിട്ട് അവള് ചോദിക്കും എവിടെ സേജീന്റെ വീട് എവിടെയാന്ന് അറിയോ ചോദിക്കും. അപ്പൊ ആ ചെറിയ കുട്ടി ചോദിക്കും എന്തിനാ നീ സേജിന്റെ വീട് തിരയുന്നേ എന്ന് ചോദിക്കും. അപ്പൊ അവള് പറയും സേജിക്ക് വയ്യ, സ്കൂളിൽ വന്നിട്ടില്ല, അപ്പൊ അവന് ഞാൻ ഹോംവർക്ക് കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയും. അപ്പൊ ഈ ചെറിയ കുട്ടി എന്ത് ചെയ്യുന്നറിയോ, ആ ഹോംവർക്ക് തട്ടിപ്പറിച്ചിട്ട് ഇത് ഞാൻ സേജിന്റെ അടുത്ത് കൊടുത്തോളാം, നീ നിന്റെ വീട്ടിൽ പൊക്കോന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഓടിപ്പോവും. അപ്പൊ അവള് പിന്നാലെ ഓടും നിക്കടി അവിടെ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ പെട്ടെന്ന് നോക്കുമ്പോ അവളെ കാണില്ല. അപ്പൊ ഇവള് പാവം, അപ്പൊ ഇവള് ഇങ്ങനെ വിചാരിക്കും എന്റെ എല്ലാ പ്ലാനും പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ പാവം പോലെ അവിടെ നിൽക്കുമായിരിക്കും. എന്നിട്ട് ആ ചെറിയ കുട്ടി നമ്മുടെ സേജീന്റെ വീട്ടിൽ പോയിട്ട് നിനക്ക് ഓക്കെ അല്ലേ, കോൾഡ് ആണെന്ന് പറഞ്ഞ് കേട്ടു, നിന്റെ ഹോംവർക്ക് ഒരു പെൺകുട്ടി കൊണ്ടുവന്നിരുന്നു, ഞാൻ നിനക്ക് കൊണ്ടുവരാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് സേജി കതവ് തുറന്നിട്ട് ആ ഹോംവർക്ക് നോട്ട് അവളുടെ അടുത്തുനിന്ന് പിടിച്ചു വാങ്ങിയിട്ട് വേഗം കതവടച്ചിട്ട് ഉള്ളിൽ പോകും. അപ്പൊ ആ പെൺകുട്ടിക്ക് ദേഷ്യം വരും. എന്നിട്ട് ആ ചെറിയ കുട്ടി അവിടെ കിടന്ന് കാറിയിട്ട് പോകും അവിടെ നിന്ന്. അപ്പൊ നമ്മുടെ സേജി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡോരിനെ ചെറിയൊരു ബെഡിൽ കിടത്തിയിട്ട് അവളുടെ നെറ്റിയിലൊക്കെ വെള്ളം തൊട്ടിങ്ങനെ നനച്ചിട്ട് കൊടുക്കുകയായിരിക്കും. അപ്പൊ നമ്മുടെ സേജി മിഡോരിനെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് സേജി ഇങ്ങനെ മനസ്സിൽ കരുതും എന്ത് നോയ്സി ആയിട്ട് ലൗഡായിട്ടുള്ള കുട്ടിയാണ് അവള് ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോ എനിക്ക് എന്തോ പോലെയുണ്ട്. ഞാൻ ചെറുപ്പത്തില് എപ്പോഴും ഞാൻ ഒറ്റയ്ക്കായിരുന്നു, പക്ഷെ ഞാൻ ഇപ്പോ വീട്ടില് സ്കൂളില് എല്ലാം എൻ്റെ ഒപ്പം മിഡോരി ഉണ്ട്. ഇപ്പോഴാണ് അതിന്റെ ഫീലിങ്സ് ഒക്കെ എനിക്ക് മനസ്സിലാകുന്നത്. എനിക്ക് എന്തോ ഒറ്റപ്പെട്ടതുപോലെ ഉണ്ട്. മിഡോരി നീ വേഗം എഴുന്നേറ്റിട്ട് എപ്പോഴും പോലെ നല്ല ആക്റ്റീവായിട്ട് നോയ്സി ആയിട്ട് എനർജറ്റിക് ആയിട്ട് നീ തിരിച്ചു വാ, എനിക്ക് വല്ലാണ്ട് ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്നു എന്ന് പറയും നമ്മുടെ മിഡോരിന്റെ അടുത്ത്. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ സേജി സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിനില്. അപ്പൊ നമ്മുടെ സേജി മിഡോരിന്റെ അടുത്ത് പറയാണ് നിനക്ക് പനി ഇന്നും ശരിയായിട്ടില്ല, നിനക്ക് വയ്യാന്നുണ്ടെങ്കിൽ നീ പറ, ഞാൻ ഇന്നും കൂടെ സ്കൂളിൽ ലീവ് എടുക്കാന്ന് പറയും. അപ്പൊ നമ്മുടെ മിഡോരി പറയും ഓ നിന്റെ ലവിനും കെയറിനും ഒരുപാട് നന്ദി, പക്ഷെ എനിക്കിപ്പോ കുഴപ്പമില്ല, നമുക്ക് സ്കൂളിൽ പോവാന്ന് അവളും പറയും. അപ്പൊ നമ്മുടെ സേജിയുടെ ക്ലാസ്മേറ്റ് ഇല്ലേ,
ആ പപ്പറ്റൊക്കെ വെച്ചോണ്ടിരുന്ന അവന് സാവധാനം ഓർമ്മയൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അവന്റെ പപ്പറ്റിന്റെ അടുത്ത് അവിടെ നിന്നിട്ട് സോറി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. നിന്നെ മറന്നുപോയി, എനിക്ക് എന്താ പറ്റിയതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ സേജ് ക്ലാസ് റൂമിൽ വന്നിരിക്കും. അപ്പൊ ആ ക്ലാസ്സിലുള്ള ആ പെങ്കൊച്ച് ചോദിക്കും, നിനക്ക് കോൾഡ് കുറവുണ്ടോ, എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അപ്പൊ സേജ് പറയും, എനിക്ക് കുഴപ്പമില്ല എന്ന് പറയും. അപ്പൊ ആ പെങ്കൊച്ച് മനസ്സിലിങ്ങനെ കരുതുവാണ്, ഇനി അടുത്ത ചാൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുവാണ്. പിന്നെ അടുത്ത് നമ്മുടെ സേജിക്ക് വരുന്നത് PT പീരീഡ് ആണ്. അങ്ങനെ പതിവ് പോലെ അവർ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫുട്ബോൾ കളിക്കുന്നതിന്റെ ഇടയിൽ സേജിന്റെ ക്ലാസ്സിലത്തെ ഫ്രണ്ടിന് ഇന്നും കിട്ടും ഫുട്ബോളും കൊണ്ടൊരടി. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ PT സാറില്ലേ, ആ സാറിന് ഇന്നും നമ്മുടെ സേജിനോടുള്ള കളി ഇന്നും തീർന്നിട്ടില്ല എന്ന് തോന്നുന്നു. നമ്മുടെ സേജിനെ പിടിച്ചിട്ട് ഒരു ലെഫ്റ്റ് ഹാൻഡും കൊണ്ട് പുള്ളപ്സ് എടുത്തോണ്ടിരിക്കുകയായിരിക്കും. എന്നിട്ട് ആ PT സാറ് പറയുകയും ചെയ്യുന്നുണ്ട്, നീ ഇന്നലെ ലീവായിരുന്നു, നീ ഇന്നലെ എൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമ്മുടെ സേജി പറയും, എനിക്ക് വയ്യാത്തോണ്ടല്ലേ, എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ, അങ്ങനെ പോലെ ചോദിക്കും. അപ്പൊ ആ PT സാറ് പറയും, നീ 100 പുള്ളപ്സ് എടുത്തേ പറ്റുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഫെയിൽ ആക്കുമെന്ന് പറയും. അപ്പൊ നമ്മുടെ സേജി വിട്ടുകൊടുക്കില്ല. നമ്മുടെ സേജി പറയും, ഞാൻ പുള്ളപ്സ് മൊത്തം എടുക്കാം, അപ്പൊ നിങ്ങൾ എനിക്ക് ഫുൾ കോഴ്സിന്റെ ക്രെഡിറ്റ് തരണം എന്ന് പറയും. എന്നിട്ട് സേജി വളരെ കഷ്ടപ്പെട്ട് പുള്ളപ്സ് എടുത്തോണ്ടിരിക്കും ഒരു ഹാൻഡും വെച്ച്. അപ്പൊ മിട്ടോരിക്ക് സങ്കടം വരും. മിട്ടോരി പറയും, എന്നോട് ക്ഷമിക്കൂ, എന്റെ തെറ്റുകൊണ്ടാണ് ഇതൊക്കെ എന്ന് പറയും. ഇപ്പൊ സേജി പറയും, അത് നിന്റെ തെറ്റല്ല, നീ ഇങ്ങനെ സോറി പറയാതിരിക്കുന്നു പറയും അവളുടെ അടുത്ത്. അങ്ങനെ സേജി വളരെ കഷ്ടപ്പെട്ട് പുള്ളപ്സ് എടുത്തോണ്ടിരിക്കുകയാണ്. PT സാർ കൗണ്ടും ചെയ്യുന്നുണ്ട്. അങ്ങനെ സേജി 97 പുള്ളപ്സ് എടുക്കും. അപ്പൊ അവന് ഒട്ടും വയ്യാണ്ടാവും. അവൻ ആ കമ്പിയിൽ പിടിച്ച് തൂങ്ങി കിടക്കും. അപ്പൊ PT സാർ പറയും, നിനക്ക് കൊണ്ട് എന്തായാലും പറ്റില്ല, നീ എന്തായാലും എന്റെ ക്ലാസ് പാസ്സാവാനും പോണില്ല എന്ന് പറയും. അപ്പൊ പിന്നെയും സേജി വിടില്ല. സേജി പിന്നെയും 98ാമത്തെ പുള്ളപ്സ് എടുക്കും. അങ്ങനെ 99ാമത്തെ എടുക്കും. അപ്പൊ ആ PT സാറ് പറയും, നിർത്തിക്കോ, നീ തോറ്റോന്ന് നീ സമ്മതിച്ചോന്ന് പറയും. എന്നെ കൊണ്ട് എന്തായാലും പാസ്സാവാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കും അവൻ. അപ്പൊ നമ്മുടെ സേജി വിടില്ല. നമ്മുടെ സേജി ഇന്നും ഒന്നും കൂടെ എന്ന് പറഞ്ഞിട്ട് സേജി ഭയങ്കരമായിട്ട് ശ്രമിക്കും. പക്ഷെ അവനെ കൊണ്ട് എടുക്കാനേ പറ്റില്ല. അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലായി നിൽക്കും. അപ്പൊ അത് കാണുമ്പോൾ നമ്മുടെ മിട്ടൂരി പറയും, വാ ഞാൻ ഹെൽപ്പ് ചെയ്യാം, ഞാൻ എങ്ങനെയും ഹെൽപ്പ് ചെയ്യാന്ന് പറയും. അപ്പൊ സേജി തൂങ്ങി കൊണ്ട് തന്നെ, പറ്റില്ല, നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, നീ മിണ്ടാതിരിക്കുന്നു പറയും. കാരണം ഇന്ന് രാവിലെ തന്നെ നിനക്ക് ഫീവർ ഉണ്ടായിരുന്നു, എനിക്ക് നിന്നെ വെച്ച് ചാൻസ് എടുക്കാൻ പറ്റില്ല എന്ന് പറയും മിട്ടോരിന്റെ അടുത്ത്. എന്നിട്ട് സേജി പറയും, ഇനി ഒരെണ്ണം കൂടെ അല്ലേ ഉള്ളൂ, അത് നിന്റെ ഹെൽപ്പ് ഇല്ലാണ്ട് ഞാൻ എങ്ങനെയും എടുക്കാന്ന് പറഞ്ഞിട്ട് പരമാവധി ശ്രമിക്കും. അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൻ ട്രൈ ചെയ്യും. പക്ഷെ അവന്റെ കൈ സ്ലിപ്പായി അവൻ താഴെ വീഴാൻ പോകും. അപ്പത്തേനും നമ്മുടെ മിട്ടോരി വേഗം ചാടി കയറി ആ കമ്പിയിൽ പിടിച്ച് തൂങ്ങി നിൽക്കും. എന്നിട്ട് നമ്മുടെ മിട്ടോരിക്ക് ഒട്ടും പറ്റില്ല, അവൾക്ക് പനിയും കൂടെ അല്ലേ, അവള് എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് തൂങ്ങി നിൽക്കും. അപ്പൊ സേജി ചോദിക്കും, എന്താ മിട്ടോരി, നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കും. ഇവിടെ നമുക്ക് പോവാന്ന് പറയും. ഇപ്പൊ മിട്ടോരി പറയും, ഇല്ല പറ്റില്ല, ഞാൻ എപ്പോഴും ഒരു തലവേദന പോലെയാണ് നിന്റെ ഒപ്പം ഇരിക്കുന്നത്, എനിക്ക് നീ തോക്കുന്നത് ഇഷ്ടമല്ല, നീ എങ്ങനെയും ജയിച്ചേ പറ്റുള്ളൂ, നിന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതെന്നെ കൊന്നോണ്ടിരിക്കും, അതിനെ കഴിഞ്ഞ് നല്ലത് നീ ചെയ്യുന്നതാ, നീ ചെയ്യ്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറയും. അങ്ങനെ നമ്മുടെ സേജി ശരിയെന്ന് പറഞ്ഞിട്ട് വേഗം 100 പുള്ളപ്സ് എടുത്ത് തീർക്കും. എന്നിട്ട് സേജി താഴെ ഇരിക്കും. താഴെ ഇരുന്നിട്ട് പറയും, ഇനി എന്റെ ആ ക്രെഡിറ്റ്സ് താന്ന് പറയും. അപ്പൊ ആ PT സാർ പറയും, നീ നിന്റെ റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്തു, നിനക്കൊന്നും ആ ക്രെഡിറ്റ്സ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അയാളുടെ പണി നോക്കിയിട്ട് പോകും. അപ്പൊ നമ്മുടെ പാപം മിട്ടോരി സേജിന്റെ കയ്യിൽ ഇങ്ങനെ കിടന്നിട്ട് കിതക്കിയായിരിക്കും. എന്നിട്ട് മിട്ടോരി ചോദിക്കും, ഞാൻ നിനക്ക് യൂസ്ഫുൾ ആയിട്ട് എന്തെങ്കിലും ചെയ്തോന്ന് ചോദിക്കും. അപ്പൊ സേജി പറയും, നീ ചെയ്തോന്ന് പറയും. അപ്പൊ മിട്ടോരിക്ക് സന്തോഷാവും. സമാധാനം എന്ന് പറയും. എന്നിട്ട് സേജി നമ്മുടെ മിട്ടോരീനെ അങ്ങ് ചേർത്ത് പിടിക്കും. ചേർത്ത് പിടിച്ചിട്ട് അവൻ സ്നേഹത്തോടെ നോക്കും മിട്ടോരീനെ. എന്നിട്ട് സേജി ഇങ്ങനെ മനസ്സിൽ കരുതും, നീ ശരിക്കും എൻ്റെ ഒരു റൈറ്റ് ഹാൻഡ് തന്നെയാണെന്ന് ഇങ്ങനെ മനസ്സിൽ കരുതിയിരിക്കും. അങ്ങനെ രാത്രിയായി പതിവ് പോലെ മിട്ടോരി ഡയറി എഴുതാൻ തുടങ്ങി. എനിക്ക് വയ്യാണ്ടായാലും നീ കഷ്ടപ്പെട്ടതിന് സോറി, ഇനി ഞാൻ നല്ല ഹെൽത്തി ഫുഡൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കാന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ ആ ഡയറി എഴുതിയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അടുത്ത ദിവസമായി പതിവ് പോലെ നമ്മൾ സേജി കാറി കൂവി എഴുന്നേറ്റു സമയമായി എന്ന് പറഞ്ഞിട്ട്. അന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു. അപ്പൊ സേജി വേഗം കൊട എടുത്തിട്ട് പോവാൻ നിന്നു. അപ്പൊ നമ്മുടെ മിട്ടോരി, കൊട ഞാൻ പിടിക്കാന്ന് പറയും. അപ്പൊ നമ്മുടെ സേജി ശരി എന്ന് പറഞ്ഞിട്ട് കൊട അവളുടെ കയ്യിൽ കൊടുക്കും. അപ്പൊ നമ്മുടെ മിട്ടോരിക്ക് വളരെയധികം സന്തോഷമാവും. ഞാനിപ്പോ സേജിക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കും. ഓക്കെ ഗായ്സ്, അപ്പൊ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.